പ്രിയമുള്ളവരെ, ആഴിയുടെ അഗാധത്തിലേക്ക് നമ്മുടെ ഭാവങ്ങൾ വലിച്ചെറിയുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അണയുവാൻ ഈ നോൻപുകാലത്തിലെ ഈ ദിവസം നമ്മോട് ആഹ്വാനം ചെയ്തു. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവരാകാതെ ധൂർത്തനെ പോലെ ഒരു തിരിച്ചുവരവ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ സമ്പത്തിനും സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി സ്വത്ത് പിതാവിൻ്റെ പക്കൽ നിന്ന് വാങ്ങിക്കൊണ്ട് യാത്രയായ ധൂർത്തൻ എല്ലാവരും ഉപേക്ഷിച്ച് തനിക്ക് ലഭിച്ച പണം മുഴുവനും ധൂർത്തടിച്ച് തീരുമ്പോൾ സുഹൃത്തുക്കളെല്ലാം കൈവിടും. പന്നിക്കൂട്ട് കുമ്പസാരക്കൂടാക്കി മാറ്റിക്കൊണ്ട് അവൻ സമ്പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുന്നു. തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ എത്തുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അവൻ എഴുന്നേൽപ്പ് നടത്തും. സുബോധത്തോടുകൂടിയുള്ള അവൻ്റെ തിരിച്ചുവരവ് സമ്പൂർണ്ണമായിട്ടും പിതാവ് സ്വീകരിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു. മുഷിഞ്ഞ വസ്ത്രത്തോടും ദുർഗന്ധമുള്ള ശരീരത്തോടും കൂടി കടന്നു വന്ന അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവന് പുതിയ വസ്ത്രങ്ങൾ, പുതിയ ചെരുപ്പുകൾ, മോതിരം, കാളയെ കൊന്ന വലിയ വിരുന്നൊരുക്കിക്കൊണ്ട് അവനെ സ്വീകരിക്കും. നമ്മളെ ഓരോരുത്തരെയും സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന കർത്താവിൻ്റെ തിരുമുമ്പിൽ നമ്മളെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ പലരും ധൂർത്തരായി മുന്നോട്ട് പോയവരുണ്ട്. പലരും ദൈവകൃപ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്. എല്ലാം തട്ടിയെടുത്തുകൊണ്ട് പോയി അവസാനം ഒന്നുമില്ലാതെ തിരികെ വരുന്നവരുണ്ട്. ഇവരെല്ലാം ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ അസൂയ കൊണ്ട് നിൽക്കാതെ, അവനെ സ്വീകരിച്ചതിലുള്ള അസ്വസ്ഥത കാണിക്കാതെ, സമ്പൂർണ്ണമായിട്ട് അവനെ സ്വീകരിച്ചുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് കടന്നുചെല്ലുവാൻ നമുക്ക് കഴിയണം. കുടുംബത്തിൽ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ, നമ്മളെ ഒറ്റപ്പെടുത്തിയ അവസരങ്ങൾ, ജീവിത പ്രതിസന്ധികളിൽ നാം ഒറ്റയായിപ്പോയി നമ്മളെ സഹായിച്ചെന്നുള്ള തോന്നലുകൾ, ഉള്ളതെല്ലാം നശിപ്പിച്ചു എന്നുള്ള തോന്നൽ എല്ലാം ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം. കൈവിട്ടുപോയവരെയൊക്കെ ഭവനത്തിലേക്ക് തിരികെ എത്തിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ദിവസത്തെ സമർപ്പിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സകലരെയും ഒന്നുചേർക്കുന്ന ഞങ്ങളുടെ സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെയും ചേർക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.